ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാൻഡമി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം തീയതി പുതിയ വീട്ടിലോട്ട് മാറുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അൽക്കോറിലാണ്. അപ്പോൾ 1 അവർ ഈ ദോഹയിൽ നിന്ന് തന്നെ ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആ വീട്ടിലോട്ട് കൊണ്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ പഴയ വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടിൽ കഴിഞ്ഞ വർഷം വന്നതാണ് കേട്ടോ, 1 വർഷമായി. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് കാണിക്കാമെന്ന്, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെഡിയായി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ഹസ്ബൻഡ് കുറച്ച് സാധനങ്ങളായിട്ട് കൊണ്ടുപോയി കാറിലാണ് വെക്കുന്നത്. എന്ത് ചെയ്യുന്നേ? വേണ്ട, ഒന്നോ എമ്മോട് ഞാൻ ഇവിടെ വാക്കറിൽ നിർത്തിയിരിക്കുകയാണ് വ്ളോഗ് എടുക്കുന്ന ടൈമിൽ. രാത്രിയാണ് ഷിഫ്റ്റിങ്, അപ്പോൾ അതുകൊണ്ട് ലൈറ്റൊക്കെ കുറവാണ്. പിന്നെ നമ്മൾ ഫ്രൈഡേ എന്തായാലും ഒരടിക്ക് മാറും. അപ്പോൾ വണ്ടി എന്തെങ്കിലും പിടിച്ച് എല്ലാ തിങ്സും എടുത്ത് വെച്ച് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പം ഞാൻ പുതിയ വീടും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്, നമ്മുടെ വീട് ഹോം ടൂറായിട്ട്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡ്രസ്സുകളൊക്കെയാണ് കൂടുതൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ബേബിയുടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറ്റുന്ന തിങ്സൊക്കെ എടുത്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് പോവുകയാണ്. എമ്മറു ടെഡി ബെയറിനെ ഒന്നും ചെയ്യരുത്. ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് തന്ന ഒരു ടെഡി ബെയറാണ് കേട്ടോ. ഒരു വലിയൊരു ടെഡി ബെയറാണ്. അതിനെ കണ്ടപ്പോൾ എമ്മറു ആണെങ്കിൽ വെറുതെ വിടുന്നില്ല. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അവൻ്റെ ഒരു വാക്കർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ കാറിലിരുന്ന് ആ വാക്കർ എടുത്ത് വെച്ച് കളിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. തണുപ്പ്, രാത്രി നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ കാറ്റ് വീശാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളത് അൽക്കോർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അൽക്കോറിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ. അപ്പം ആദ്യം തന്നെ അൻസാർ ഗാലറി കാണിക്കുന്നുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ റൈറ്റ് സൈഡ് ഒരുപാട് കടകൾ വരുന്നുണ്ട്. പിന്നെ സഫാരി ഹൈപ്പർ മാർക്കറ്റ്, നമ്മുടെ ലുലു എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ കടകളും ഉണ്ട്. അപ്പോൾ ഇത് മാളാണ് കേട്ടോ, അൽക്കോർ മാളാണ്. അപ്പോൾ ഈ അൽക്കോർ മാളിലാണ് ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. പിന്നെ റെഡ് ടാഗിൻ്റെ ഒരു കടയുണ്ട്. പിന്നെ മെഗ്ഡി, പിന്നെ ഈ മെഗ്ഡി കാണിച്ച അവിടെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, ന്യൂ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് 3rd ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ റൂം വരുന്നത്. അതുകൊണ്ട് ലിഫ്റ്റ് കയറിയാണ് പോകുന്നത്. അപ്പോൾ ലിഫ്റ്റ് കയറിയപ്പോൾ ലിഫ്റ്റിൽ മിററുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ ഓണറിനെ വിളിച്ചിരുന്നു, കാരണം നമുക്ക് കീ വേണമല്ലോ. അപ്പോൾ ഓണർ പറഞ്ഞു കീ അവിടെ റൂമിൻ്റെ മുകളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് കീ മേടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ കീ ഉണ്ടായിരുന്നുകൊണ്ട് കൊള്ളാം. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡ് 2 ഫാമിലീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ കീയൊക്കെ എടുത്തിട്ട് ഡോറൊക്കെ ഓപ്പൺ ചെയ്ത് അകത്ത് കയറി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ബെഡ്റൂം, ഒരു കിച്ചൺ, ഫുള്ളി ഫർണിഷ്ഡാണ് കേട്ടോ. പിന്നെ ഒരു ഹാള് ഒക്കെയാണുള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആകുമ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ട്, നമ്മളൊന്നും കൊണ്ടുവരേണ്ട. അപ്പോൾ ഇനി ഞാനൊരു ഹോം ടൂർ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത്. ഒരു ചെറിയ കിച്ചണാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫുള്ളി ഫർണിഷ്ഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ അവൻ, വാഷിംഗ് മെഷീൻ ഈ കിച്ചണിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഒരു ഡൈനിങ് ടേബിള്, ഒരു സോഫ, പിന്നെ ഇതൊരു കോമൺ ബാത്റൂമാണ് കേട്ടോ. 2 റൂമാണ് വരുന്നത്, ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇത് ചെറിയ റൂമാണ്. അപ്പോൾ ഇവിടെ ബാത്റൂം ഇല്ല. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ, പിന്നെ കബോർഡൊക്കെ ഓൾറെഡി ഉണ്ട് ഫർണിഷ്ഡ് ആയത് കാരണം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോട്ടും ബെഡ്, അതുപോലെ ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം നമുക്ക് റൂമിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൽ. അപ്പോൾ അവിടെ നിന്ന് ഇനിയിപ്പോൾ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ കബോർഡ് ഇതാണ് കേട്ടോ. ഈ കബോർഡിലും ഒരു മിറർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ എമ്രു നല്ല ഫോമിലാണ്, ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു വീട്. പിന്നെ നമ്മൾ ഈ സോഫയുടെ മുകളിലായിട്ട് വിൻഡോ വരുന്നുണ്ട്, 2 വിൻഡോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്ത് നോക്കാം, നല്ല അടിപൊളി വ്യൂ. കണ്ടിരുന്നു നിങ്ങൾ ഖത്തറിൻ്റെ വ്യൂ കണ്ടില്ലേ? അപ്പോൾ ഈ ഏരിയയും ഫാമിലീസൊക്കെ താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ. അപ്പം ഞാനതാ ഇവിടെ സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എമ്രുവിന് ബോറടിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ വിൻഡോ ഓപ്പൺ ചെയ്ത് അവനാണെങ്കിൽ പുറത്തൊക്കെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനത് എംബ്രൂനെയും കൊണ്ട് നടക്കുകയാണ്. താഴെ വിട്ടാൽ ഭയങ്കര അലുമാണ് ഗൈസ്, കിടന്ന് ഇഴയുന്നുണ്ട്.
എമ്രു പുതിയ വീട്ടിൽ വന്നപ്പോൾ എല്ലാം നോക്കുന്നുണ്ട്. കിടന്ന് കുറച്ച് നേരം ഞാൻ വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനല്ല, എമ്രു. അവന് ഞാൻ ഓൾറെഡി ഡിന്നർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ആപ്പിൾ പ്യൂരി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് ഞാൻ അവന് കൊടുക്കുകയാണ്. ആപ്പിൾ പ്യൂരി കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ അവന് ഡിന്നർ എടുത്തിട്ട് വന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. വിശക്കുമല്ലോ, സമയമായി. ഒരു 7-7:30 ആകുമ്പോൾ ഞാൻ കൊടുക്കും കേട്ടോ ഡിന്നർ. ഇങ്ങനെ അതിനുശേഷം ഒന്നും കൊടുക്കില്ല. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വീട്. എമ്രുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്. ഒരുപാട് സ്പേഷ്യസ് ആണ് നേരത്തെ വീട് കമ്പയർ ചെയ്യുമ്പോഴേ. അപ്പോൾ അവന് ഫ്രീ ആയി ഇവിടെ വന്നപ്പോൾ തന്നെ ആൾ നല്ല ഓട്ടമൊക്കെയാണ്. ഓടിക്കളിക്കാൻ, ഇഴഞ്ഞ് കളിക്കാൻ. ഓടിക്കളിക്കാനല്ല, ഇനിയിപ്പോൾ ഓടും. നടക്കാൻ ടൈമായിട്ടുണ്ട്. വീട് എങ്ങനെയുണ്ട് ഗൈസ്? കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഹസ്ബൻഡ്. കുറച്ച് തിങ്സൊക്കെ ഹസ്ബൻഡ് ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ട്. പുള്ളിക്കാരനെ എടുക്കാൻ പോയേക്കുവാണ് താഴെ. ഇവിടെ ഒരാൾ കണ്ടില്ലേ എങ്ങനെയൊക്കെ നിൽക്കുന്നെന്ന്. നിൽക്കുകയാണോ കിടക്കുകയാണോ ഒന്നും മനസ്സിലാവില്ല. ഫുൾ അലുമ്പായിരുന്നു വന്നിട്ട്. എന്താണ് കളി ഇത്? അങ്ങനെ നല്ല ഹാപ്പിയാണ് കേട്ടോ. കളിക്കാണ്, വേണ്ട ഇരിക്കരുത്. കളിക്കുന്നുണ്ട് അവൻ. അങ്ങനെ ഒരു രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലമുട്ടി കളിക്കും. തളർന്ന് സാധനമൊന്നും ഞാനല്ല കൊണ്ടുവയ്ക്കുന്നത്, ഹസ്ബൻഡാണ്. ഇനിയിപ്പോൾ ഞാനാണ് തളർന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇവനെ നോക്കിയല്ലേ, നോക്കി ഞാനൊരു വഴിയാകുന്നു ഗൈസ്. എന്തോന്ന് വളയൊക്കെ ഊരുന്ന. അങ്ങനെ പിന്നെ കുറച്ച് ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു പെട്ടി തിരിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നുള്ള എല്ലാ തിങ്സും എടുത്ത് വെക്കുകയാണ്. ഒരു പാത്രം, ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കിച്ചണിലെടുത്ത് ഞാൻ വെച്ചു. പിന്നെ തുണികളുണ്ടായിരുന്നതൊക്കെ ഞാൻ കബോർഡിൽ വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കൊണ്ടുവരുമ്പോഴേ നമുക്കിപ്പോൾ തന്നെ അത് എടുത്ത് ഓർഗനൈസ് ചെയ്ത് വച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പാടായിരിക്കും. പിന്നെ ബേബിയും കൂടെ ഉള്ളതുകൊണ്ട് ഷിഫ്റ്റിങ് നല്ല കഷ്ടപ്പാടാണ്. കിച്ചണിൽ ലൈറ്റ് ഓഫ്. അങ്ങനെ നമ്മൾ എല്ലാം ഒതുക്കിയിട്ട് ഇപ്പോൾ നമ്മൾ പോവുകയാണ്. ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഞാൻ പുറത്ത് പറഞ്ഞുതരാം. പുറത്ത് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട് ലിഫ്റ്റ് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വയ്ക്കണം. ഇപ്പോൾ തന്നെ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് വീടൊക്കെ പൂട്ടി. നമ്മൾ കാറ് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ കാറും എടുത്ത് ഇനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. എമ്മറോ ഡിന്നർ കഴിച്ചില്ല, ഇനി നമ്മൾ ഡിന്നർ കഴിക്കണമല്ലോ. ഇനി 1 hour ട്രാവലുണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് പോയാൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ. അങ്ങനെ അപ്പോൾ എമ്മറോന് ഉറക്കം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയുള്ള ഒരു തമിഴ്നാട് റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടെ നിന്ന് ഗീ റോസ്റ്റൊക്കെ മേടിച്ച് കഴിച്ചു. ഇതാണ് ഫാമിലി ഏരിയ കേട്ടോ. ഫാമിലിക്ക് ഇരിക്കാൻ പറ്റുന്ന. അപ്പം ആദ്യമേ എമ്രുവിനെ ഇരുത്തി. അവന് ഞാൻ ഫീഡ് ചെയ്തില്ലായിരുന്നു, അപ്പം ബോട്ടിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ദോശ വന്നപ്പോൾ ആൾ കുറച്ച് ദോശ കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ദോശയൊക്കെ കൊടുക്കുന്നത്. കുറച്ച് അവൻ ഡിന്നർ കഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചുമ്മാ ടേസ്റ്റ് കൊടുത്തു. അങ്ങനെ ഞാൻ ദോശയും ചട്നിയും സാമ്പാറൊക്കെ കഴിച്ചു. അവൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോ, ദോശ കൊടുക്കുമ്പം ആൾ കഴിക്കുന്നത് നോക്ക് നിങ്ങൾ. അങ്ങനെ പിന്നെ ഞാനൊരു ചായ ഓർഡർ ചെയ്ത് ചായയും കൂടെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഇനിയും ഞാൻ ഖത്തറിൽ വിശേഷമായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ ലേറ്റായി, അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, ടാറ്റാ.